നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത് പ്രവാസികൾ അവരുടെ പ്രതികരണത്തിലേക്ക്. ഇപ്പോഴത്തെ പ്രതിസന്ധി അനുസരിച്ച് UDF വരും കാലങ്ങളിൽ വരണമെന്നുള്ള ചിന്തയാണ് ജനങ്ങളുടെ ഇടയിൽ. തീർച്ചയായിട്ടും ആര്യാണ് ഷൗക്കത്ത്. കേരളത്തിൻ്റെ ദുർഭരണം, പിണറായി വിജയൻ്റെ ദുർഭരണത്തിലെ വിധിയെഴുത്തായിരിക്കും. അല്ല, അവിടെ ഇപ്പം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയും അറിയാമല്ലോ, എല്ലാ റോഡുകളും പൊളിഞ്ഞിരിക്കുകയാണ്. അത് PR വർക്കിൽ എന്തും പറയാമല്ലോ ആൾക്കാർ. വരണത് വിരുദ്ധ വികാരം തീർച്ചയായിട്ടും അവിടെ പ്രതിഫലിക്കും. വിജയാഹ്ലാദത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ പ്രവാസികൾ. സാറ് മലപ്പുറക്കാരനാണ്. അങ്ങയുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ആരായിരിക്കും നേടുക? ആരായിരിക്കും നേടുക എന്നതിനുപരിയായിട്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ എനിക്ക് പരിചിതരായ ആളുകളാണ് എന്നുള്ള സത്യം ഞാനൊന്ന് പറയാം. ആദ്യം തന്നെ വളരെ വളരെ പരിചിതരായ ആളുകളാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ബാപ്പുട്ടി എൻ്റെ ബാച്ച്മേറ്റാണ്. അൻപു എന്ന് പറയുന്ന അൻവർ, അവിടെ നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി, എൻ്റെ ജസ്റ്റ് ജൂനിയറാണ്. പിന്നെ മോഹൻ ജോർജ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്. ഞാൻ അഡ്വക്കേറ്റ്, ബേസിക്കലി ലോയർ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് മഞ്ചേരി കോടതിയിൽ. സ്വരാജിൻ്റെ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്. ഇവരും എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളുമാണ്. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു എന്താ പറയുക, ഓരോരുത്തരും തൻ്റെ മേഖലയിൽ നല്ല സംഘാടകരാണ്, പ്രോഗ്രസീവ് ചിന്താഗതിയുള്ളവരാണ്. ആധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ തന്നെയാണ് അവിടെ സാധ്യത. സാറിൻ്റെ ഒരു രാഷ്ട്രീയ വിശ്വാസപ്രകാരം ആരായിരിക്കും അവിടെ നേടുക? നമുക്ക് ഒരു ഉത്തമ ബോധ്യം BJP സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായ ശ്രീ മോഹൻ ജോർജ് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ ഉത്തമ വിശ്വാസം. ഒറ്റ കാര്യമുള്ളൂ, വികസനം നിലമ്പൂരിനും വേണം. അവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ നമ്മളത് ക്യാൻസർ ഹോസ്പിറ്റലായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിലമ്പൂർ ഗൂഡല്ലൂർ ആ ഹൈവേ നമ്മൾ 4 ട്രാക്ക് ഹൈവേ ആയിട്ട് തുടങ്ങി. നരേന്ദ്രമോദിജി ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ മാർഗം കേരളത്തിലും എത്തണം. അത് നിലമ്പൂർ വെച്ചാവട്ടെ തുടക്കം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതികമായി ലോകം ഇത്ര വളർന്നിട്ടും പ്രവാസികൾക്ക് വോട്ടവകാശം ഇന്നും ഒരു മരീചികയാണ്. എങ്കിലും പ്രവാസികൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. തിങ്കളാഴ്ച കാണാം നിലമ്പൂർ ആരും നേടും ആരും വീഴുമെന്ന്. ക്യാമറാമാൻ പ്രവീൺ കൃഷ്ണയോടൊപ്പം IV സുരേഷ് വെങ്ങര, കേരള വിഷൻ ന്യൂസ്, കുവൈത്ത്.